പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിൽ കൂടുതൽ തട്ടിപ്പ് പുറത്ത്. എടുക്കാത്ത വായ്പകൾ തിരിച്ചടയ്ക്കണമെന്ന് കാണിച്ച നിരവധി പേർക്ക് നോട്ടീസ്. മറ്റു പലരുടെയും സ്ഥലം ഈടായി കാണിച്ചാണ് ഇവരുടെ പേരിൽ വായ്പ എടുത്തിട്ടുള്ളത്. 2017 നവംബറിൽ വായ്പ എടുത്തതായാണ് കാണിച്ചിരിക്കുന്നത്. 20 ലക്ഷം രൂപ പലിശയും പിഴപ്പലിശയും സഹിതം അടയ്ക്കണമെന്നാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ് ചേരുന്നുണ്ട്. ആസിഫ്, ഈ തട്ടിപ്പിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ എറണാകുളം പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിലാണ് ഇപ്പോൾ കൂടുതൽ തട്ടിപ്പ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എടുക്കാത്ത വായ്പകൾ തിരിച്ചടക്കണമെന്ന് പറയുമ്പോൾ തട്ടിപ്പ് അല്പം ഗുരുതരമാണ്. എന്താണ് ഈ നോട്ടീസിലെല്ലാം പറയുന്നത്? വീണ, തീർച്ചയായും പെരുമ്പാവൂർ അർബൻ സഹകരണ ബാങ്കിൽ നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ പുറത്ത് വന്നതാണ്. അത് പ്രധാനമായും ഈ ഒരേ ആധാരത്തിൽ നിരവധി ലോണുകൾ എടുക്കുന്നു, അങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ തട്ടിപ്പിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസമാണ് ഒരു 4-5ഓളം ആളുകൾക്കാണ് കഴിഞ്ഞ ദിവസം ഈ സഹകരണ ബാങ്കിൽ നിന്ന് നോട്ടീസ് നൽകിയത്. നിങ്ങൾ എടുത്ത വായ്പ എത്രയും പെട്ടെന്ന് തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഈ ഒരു നോട്ടീസ് ലഭിച്ചത്. അതുപ്രകാരം ഇവർ അന്വേഷണം നടത്തിയപ്പോഴാണ് മറ്റ് ചില ആളുകളുടെ ആധാരം ഉപയോഗിച്ച് തങ്ങളുടെ പേരിൽ ലോൺ എടുത്തതായി ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. 20 ലക്ഷം രൂപയാണ് ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വായ്പ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പലിശയും പിഴപ്പലിശയും അടക്കം 29 ലക്ഷം രൂപയിലധികം, ഏകദേശം 30 ലക്ഷത്തോളം രൂപ തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇവർക്കെല്ലാവർക്കും നോട്ടീസ് നൽകിയത്. ഈ ആളുകൾ ബാങ്കിൽ വന്ന അന്വേഷണ സമയത്താണ് ഇത്തരത്തിൽ വലിയ ഗുരുതരമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. നമുക്കറിയാം, മുൻ ഭരണസമിതി കാലത്തെ വ്യാപകമായ തട്ടിപ്പ് അർബൻ സർവീസ് സഹകരണ ബാങ്കിൽ നടന്നിരുന്നു. അതിൻ്റെ കൂടി ബാക്കിയാണ് ഇപ്പോൾ പുറത്തു വന്ന തട്ടിപ്പുകൾ കൂടി എന്ന് വ്യക്തമാവുകയാണ്. കാരണം ഈ ഒരു വായ്പ അടച്ചു പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ തട്ടിപ്പ് പുറത്തു വരികയോ മറ്റോ ചെയ്യുകയോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത് ഈ ലോൺ എടുത്തതല്ലാതെ പിന്നീട് ഇത് അടയ്ക്കുന്ന നടപടികളൊന്നും ഉണ്ടാകാതെ വന്നതോടുകൂടിയാണ് ഇത്ര വലിയ തുക പിന്നീട് പലിശയും പിഴപ്പലിശയുമായി ഇപ്പോൾ ഉണ്ടാകുന്നത്. ഈ ലോൺ എടുത്ത തുക കാണിച്ചിരിക്കുന്നത് 2017 നവംബറിലാണ് ഈ ലോൺ എടുത്ത തുക കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഒരു കാലയളവിൽ തന്നെയാണ് മറ്റ് സമാനമായ തട്ടിപ്പുകളും ഈ ബാങ്കിൽ നടന്നിട്ടുള്ളത് എന്ന് നേരത്തെ പുറത്തു വന്ന പല തട്ടിപ്പ് വാർത്തകളിൽ നിന്നും വ്യക്തമായതാണ്. അപ്പോൾ മുൻ ഭരണസമിതിയുടെ കാലത്ത് വ്യാപകമായി നടന്ന തട്ടിപ്പിൻ്റെ മറ്റ് ചില വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ട് ഇരിക്കുന്നത്. 20 ലക്ഷം രൂപയാണ് ഈ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട വായ്പ എടുത്തിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ 30 ലക്ഷത്തോളം രൂപ തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോട് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച 3 ആളുകൾ, ലെനിൻ, ലിജു, ഗീത, അശോകൻ, ഇവരുടെ പേരിൽ ഈ ബാങ്കിൽ വായ്പയുണ്ട്. പക്ഷേ ഇവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇവരുമായി ബന്ധപ്പെട്ടുള്ള ആധാരമല്ല ഈ ഒരു ബാങ്കിൽ ഈ വായ്പ എടുക്കാൻ വേണ്ടി സമർപ്പിച്ചിട്ടത് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ നിയമപരമായ മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെ ഇവരുടെ വ്യാജ ഒപ്പുകൾ ഇട്ടുകൊണ്ടാണ് ഈ വായ്പകൾ കരസ്ഥമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവരുടെ പേരിൽ വായ്പ എടുത്ത മറ്റുള്ള ആളുകൾ അത് ഉപയോഗപ്പെടുത്തുന്നു, അത് തിരിച്ചടയ്ക്കാത്ത അവസ്ഥ വരുന്നു. അങ്ങനെ പെരുമ്പാവൂർ അർബൻ സഹകരണ സംഘത്തിൽ നടന്ന കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ തട്ടിപ്പിന് ഇരയായവരുടെ ചില വാക്കുകൾ കേൾക്കാം. ഇനി ഈ കേസായിട്ട് പോകണം എന്നാണ്. കാരണം നമുക്ക് വീട് പോലും ഇല്ലാത്തതാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു കടലാസ് വന്ന് 20 ലക്ഷം രൂപയുടെ ഒക്കെ എടുത്ത് നമുക്ക് അല്ലെങ്കിൽ തന്നെ ഒരു ലോണിന് നമ്മൾ ബാങ്കിൽ ചെന്ന് നോക്കണം. അറിയണമെങ്കിൽ ജാമ്യക്കാർ വേണം. ആ ജാമ്യക്കാർ മാത്രം പോരാ, അവർ വല്ല പണിക്ക് പോയേക്കണേ അവിടെ നിന്ന് ആളെ വിളിച്ചിടുന്ന ഒപ്പിടിച്ചാലാണ് അവർ 5,000 രൂപ ലോൺ തരുള്ളൂ. ഈ ബാങ്കിൽ നിന്ന് നമ്മൾ അറിയാതെ 20 ലക്ഷം കൊടുത്തേക്കാണ്. അതുണ്ടെങ്കിൽ അതിനുള്ള നടപടി എടുക്കേണ്ട വരും. ടോട്ടല് 30,80,273 രൂപ എൻ്റെ പേരിൽ വന്നേക്കാണ്. ഇതെനിക്ക് താങ്ങാൻ പറ്റുന്നതിലും കാരണം എനിക്കൊരു വീട് പോലും ഇല്ലാത്തതാണ്. എൻ്റെ ചേട്ടനാണെങ്കിൽ സുഖമില്ലാതിരിക്കുകയാണ്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഓഫീസിൽ വന്നിട്ട് ഇവർ പറയണത് തിങ്കളാഴ്ച ബാങ്കിലേക്ക് ചെന്നിട്ട് മിനിരാജനായിട്ട് സംസാരിക്കാമെന്ന്. ഹിയറിങ്ങിന് വിളിച്ചിട്ട് മിനിരാജനായിട്ട് സംസാരിക്കാനാണെങ്കിൽ ഈ ഹിയറിങ്ങിന് വിളിക്കേണ്ട ആവശ്യമില്ല. അവര് ബാങ്കിലേക്ക് വിളിച്ചാൽ പോരെ. ഇവിടെ വന്ന് ഒരു ഒപ്പിട്ട് മേടിച്ചിട്ട് തിങ്കളാഴ്ച ബാങ്കിലേക്ക് തന്നെ ഒക്കെയാണോ? അപ്പൊ അവരെല്ലാവരും കൂടി ഒത്തു കളിച്ചേക്കണം. നമുക്കത് പറ്റില്ല, നമുക്ക് കേസായിട്ട് പോകണം. ഒരു 2 ദിവസം മുമ്പാണ് അർബൻ ബാങ്കിലെ വണ്ടി ഞങ്ങളുടെ വീടിൻ്റെ പടിക്ക് വന്ന് നിർത്തി അവര് വന്ന് നോട്ടീസ് വന്നപ്പോൾ എൻ്റെ ഭാര്യ മാത്രമേ ഉണ്ടായുള്ളൂ. ഭാര്യ എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു ലോൺ ഉണ്ട്, ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അർബൻ ബാങ്കിലോ, ഞാൻ അവിടെ എനിക്ക് ഒരു മെമ്പർഷിപ്പ് ഉള്ളതായിട്ട് പോലും ഞാൻ ഓർക്കണില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു അവരുടെ അടുത്ത് എന്ത് ലോണാന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് ഇവർ പറഞ്ഞത് 20 ലക്ഷം രൂപ ഒരു അബ്ദുള്ള അസീസ് എന്ന് പറഞ്ഞ ആളെ അറിയോ, അയാളുടെ പേരിൽ എടുത്തിട്ടുണ്ട്,
ഞാൻ ശരിക്കും 20 ലക്ഷം അർബൻ ബാങ്കിൽ അബ്ദുൾ റസീദിനെ അറിയില്ല, അവിടെ നിന്ന് ഒരു ലോണും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ അവരോട് കൂടുതലായിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ 2 ദിവസം ഹിയറിങ്ങിന് വരണം എന്തായാലും, അപ്പോൾ അവിടെ വരുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ബോധിപ്പിച്ചാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഹിയറിങ്ങിന് വന്നത്. ശരിക്കും ഇവർ പറഞ്ഞ നോട്ടീസിൽ പറഞ്ഞ ഡേറ്റ് അനുസരിച്ച് 2017 നവംബറിൽ ഞാൻ ശരിക്കും ഒരു അപകടം പറ്റി, ഹെഡ് ഇഞ്ചുറി അന്ന് ക്രിട്ടിക്കലായിരുന്നു, മെഡിക്കൽ ടെസ്റ്റിലും ഒക്കെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഒപ്പ് പോലും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ ഇതെങ്ങനെ വന്നു എന്ന് എനിക്ക്